ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നൊവല ഫ്ലാറ്റ് നമ്പർ 4B. അധ്യായം 1. 6 മണിയായപ്പോൾ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്ത് ചാന്ദിനി എഴുന്നേറ്റു. 7 നില കെട്ടിടത്തിൻ്റെ 4ാമത്തെ നിലയിലായിരുന്നു അവളുടെ മുറി. ഹാൻഡ് ബാഗുമെടുത്ത് ലിഫ്റ്റ് വഴി താഴെ വന്നപ്പോൾ 24 സീറ്റുള്ള ലക്ഷറി മിനി ബസ് പുറപ്പെടാൻ തയ്യാറായി കിടപ്പുണ്ടായിരുന്നു. ഡോർ തുറന്ന് അവൾ ബസ്സിലേക്ക് കയറി. വണ്ടി മുക്കാലും നിറഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരു പുതിയ പെൺകുട്ടിയുടെ അടുത്താണ് അവൾക്ക് ഇരിപ്പിടം കിട്ടിയത്. ഹായ്. അവളെ നോക്കി ചാന്ദിനി സൗഹൃദത്തോടെ ചിരിച്ചു. ഹായ്, ഐ എം വൃന്ദ. അവൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ചാന്ദിനി. വൃന്ദ എന്നാണ് ജോയിൻ ചെയ്തത്? ഒരാഴ്ച കഴിഞ്ഞു. 100 കണക്കിന് എഞ്ചിനീയർമാർ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. മറ്റു കമ്പനികളിൽ ജോലി കിട്ടി കുറേ പേർ പോയിക്കൊണ്ടിരിക്കും. അതേ സ്ഥാനത്ത് പുതിയ ആളുകൾ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യും. വൃന്ദ എവിടെയാണ് താമസിക്കുന്നത്? പാലാരിവട്ടത്തുള്ള ഒരു ഹോസ്റ്റലിലാണ്. സൂസന്ന വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ. ചാന്ദിനിയോ? കലൂരിൽ ഒരു കാവ്യ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അവിടെ ഒരു ഫ്ലാറ്റിലാണ്. ഫ്ലാറ്റ് നമ്പർ 4B. സ്വന്തമാ? അല്ല, പേയിങ് ഗസ്റ്റായിട്ടാ. 4-5 ചെറുപ്പക്കാർ കൂടി വന്ന് ബസ്സിൽ കയറി. അതോടെ സകല സീറ്റും നിറഞ്ഞു. കാക്കനാട്ട് നിന്ന് ബസ് സിറ്റിയിലേക്ക് പുറപ്പെട്ടു. ഫ്ലാറ്റിൽ ആരൊക്കെയുണ്ട്? മാധുരി ചേച്ചി മാത്രമേയുള്ളൂ. അവരുടെ സ്വന്തം ഫ്ലാറ്റാണ്. എൻ്റെ റൂമിൽ 5 പേരാണ് താമസം. വലിയ ഞെരുക്കമാ. ഫ്ലാറ്റിൽ എന്നെ കൂടി കൂട്ടാമോ? പ്രതീക്ഷയോടെ വൃന്ദ അവളെ നോക്കി. അയ്യോ, ഒരു നിവൃത്തിയുമില്ല വൃന്ദേ. എൻ്റെ മൂത്ത ചേച്ചിയുടെ ക്ലാസ്മേറ്റാ മാധുരി ചേച്ചി. ആ ഒരു കെയർ ഓഫിൽ മാത്രമാ എനിക്കവിടെ ഇടം കിട്ടിയത്. വയസ്സ് 32 ഉള്ളുവെങ്കിലും വലിയ ഒരു കമ്പനിയിൽ സീനിയർ മാനേജരാ. അപ്പോൾ ഹസ്ബൻഡ്? 4 വർഷം മുൻപ് ഡിവോഴ്സായി. കുട്ടികളില്ല. ഒറ്റയ്ക്ക് താമസിക്കാൻ വേണ്ടിയാ ഫ്ലാറ്റ് മേടിച്ച്. എന്നെ കൂടി സഹിക്കുക ഇപ്പം മാധുരി ചേച്ചി. ചാന്ദിനി പുഞ്ചിരിച്ചു. സുന്ദരിയാണോ മാധുരി ചേച്ചി? വൃന്ദയ്ക്ക് കൗതുകമായി. ആണോന്നോ? സിനിമാ താരത്തെ പോലെയാ. അപാര ശരീരവടിവ. ചുമ്മാതൊന്നുമല്ല. ദിവസവും എഴുന്നേറ്റാലുടൻ 1 മണിക്കൂർ യോഗ ചെയ്യും. ഡൈവോഴ്സായിട്ട് 4 വർഷമായിട്ടും എന്താ അവർ വീണ്ടും കല്യാണം കഴിക്കാത്തെ? വൃന്ദ ചോദിച്ചു. ഇനിയൊരു പരീക്ഷണം കൂടി വയ്യെന്ന. ഒറ്റയ്ക്കാണത്രേ സുഖം. സ്വാതന്ത്ര്യവുമുണ്ട്. പാലാരിവട്ടത്ത് എത്തി. ഒരു വലിയ കെട്ടിടത്തിന് മുന്നിൽ ബസ് നിന്നു. ഞാനിവിടെയാ ഇറങ്ങുന്നേ. ബൈ, നാളെ കാണാം. വൃന്ദ യാത്ര പറഞ്ഞിറങ്ങിപ്പോയി. ബസ് വീണ്ടും പുറപ്പെട്ടു. ചാന്ദിനി ഇറങ്ങാൻ തയ്യാറായിരുന്നു. മാധുരി ചേച്ചി വരുമ്പോൾ ചില ദിവസം 7 മണി കഴിയും. ചിലപ്പോൾ 8 മണിയാകും. ഇടയ്ക്കൊക്കെ 6 മണിക്കും വരും. കാറുള്ളതുകൊണ്ട് എപ്പോൾ വരാനും പോകാനും ചേച്ചിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല ധൈര്യവുമുണ്ട്. കലൂരിൽ ചെന്ന കാവ്യ അപ്പാർട്ട്മെൻറ്റ്സിന് മുൻപിൽ ബസ് നിന്നു. ചാന്ദിനി വണ്ടിയിൽ നിന്നിറങ്ങി. കൂറ്റൻ 9 നില കെട്ടിടമാണ് കാവ്യ അപ്പാർട്ട്മെൻറ്റ്സ്. ഓരോ നിലയിലും 4 ഫ്ലാറ്റുകൾ വീതമുണ്ട്. 5ാമത്തെ നിലയിലാണ് ഫ്ലാറ്റ് നമ്പർ 4B. ലിഫ്റ്റ് വഴി ചാന്ദിനി 5ാമത്തെ നിലയിലേക്ക് പോയി. ലിഫ്റ്റിൽ നിന്നിറങ്ങിയാൽ ഇടതുവശത്ത് 4Aയും വലതുവശത്ത് 4Bയുമാണ്. ബാഗിൽ നിന്ന് ഫ്ലാറ്റിൻ്റെ ചാവി എടുത്തുകൊണ്ടാണ് അവൾ 4Bയുടെ വാതിലിനടുത്തേക്ക് ചെന്നത്. മാധുരി ചേച്ചി നേരത്തെ വന്നെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അടഞ്ഞ വാതിലിന് വെളിയിൽ 2 ജോഡി ചെരുപ്പുകളുണ്ടായിരുന്നു. ഒന്ന് മാധുരി ചേച്ചിയുടേത്. മറ്റേത് കണ്ട് ചാന്ദിനി ഞെട്ടി. അത് വിലപിടിപ്പുള്ള ഒരു ജോഡി കറുത്ത ഷൂസായിരുന്നു. ഇന്ന് ആരാണ് വന്നിരിക്കുന്നത്? അധ്യായം 2. കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ചിൽ വിരലമർത്തുമ്പോൾ ചാന്ദിനിയുടെ വിരലുകൾ അറിയാതെ വിറച്ചു. മാധുരിയാണ് വന്ന് വാതിൽ തുറന്നത്. മനോഹരമായ ചുരിദാറായിരുന്നു അവളുടെ വേഷം. മാറത്ത് ഷാൾ ഉണ്ടായിരുന്നു. അല്ല, നീ എത്തിയോ? പ്രസന്നമായ മുഖത്തോടെയാണ് മാധുരി ചോദിച്ചത്. ചേച്ചി ഇന്ന് നേരത്തെയാണല്ലോ, അവൾ പറഞ്ഞു. സിറ്റിംഗ് റൂമിലെ വലിയ സോഫയിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. പാൻസും ഫുൾ സ്ലീവ് ഷർട്ടുമായിരുന്നു അയാളുടെ വേഷം. ക്ലീൻ ഷേവ് ചെയ്ത തുടുത്ത കവിളുകൾ, നെറ്റിയിലേക്ക് വീണു കിടക്കുന്ന മുടി. ഒറ്റനോട്ടത്തിൽ ചാന്ദിനി എല്ലാം ശ്രദ്ധിച്ചു. ചാന്ദിനി, മീറ്റ് മൈ ഫ്രണ്ട് അരവിന്ദ്. മാധുരി അയാളെ അവൾക്ക് പരിചയപ്പെടുത്തി. ഹലോ, അവൾ പറഞ്ഞു. അരവിന്ദ്, ഇതാണ് ഞാൻ പറഞ്ഞ ചാന്ദിനി. അവളെ മാധുരി അയാൾക്കും പരിചയപ്പെടുത്തി. ഹലോ ചാന്ദിനി. നിരയൊത്ത വെളുത്ത പല്ലുകൾ കാട്ടി അയാൾ ചിരിച്ചു. ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നിങ്ങൾ സംസാരിക്കൂ. ചാന്ദിനി അവളുടെ മുറിയിലേക്ക് രക്ഷപ്പെട്ടു. 2 ബെഡ്റൂമുള്ള ഫ്ലാറ്റായിരുന്നു അത്. മാസ്റ്റർ ബെഡ്റൂം മാധുരിയുടേത്, മറ്റേത് ചാന്ദിനിയുടേത്. വാതിലടച്ച് അവൾ കിടക്കയിലിരുന്ന് കിതച്ചു. മാധുരി ചേച്ചിയുടെ സുഹൃത്തുക്കളെല്ലാം സുന്ദരന്മാരാണ്. പെട്ടെന്ന് ദീപകിനെ വിളിക്കണമെന്ന് അവൾക്ക് തോന്നി. ക്ലാസ്മേറ്റും കൂട്ടുകാരനുമാണ് ദീപക്.
ബാംഗ്ലൂരിലാണ് അവൻ ജോലി ചെയ്യുന്നത്. മൊബൈലെടുത്ത് അവൾ അവനെ വിളിച്ചു. എന്താടി, നിനക്കവിടെ പണിയൊന്നുമില്ലേ? പെട്ടെന്ന് ദീപകിന് കിട്ടി. ഞാനിപ്പോൾ ഫ്ലാറ്റിലാണടാ, ഓഫീസിൽ നിന്ന് വന്നതേയുള്ളൂ. ശബ്ദം താഴ്ത്തിയാണ് അവൾ സംസാരിച്ചത്. എന്തിനാ നീ വിളിച്ചത്? വെറുതെ നീ വിളിക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്താടി, നിനക്ക് എന്നോടുള്ള പ്രേമം കൂടിയോ? എന്നെ ഇപ്പം കാണണമെന്ന് തോന്നുന്നുണ്ടോ? പ്രേമം മണ്ണാങ്കട്ട. നിന്നെപ്പോലെ മരമോന്തയുള്ള ഏതെങ്കിലും ഒരുത്തിനെ കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും പെണ്ണ് പ്രേമിക്കുമോ? എങ്കിൽ അത് വിട്. നീ എന്തിനാ വിളിച്ചത്? ഞാനിപ്പോഴും ഓഫീസിലാ, അവൻ ഓർമ്മിപ്പിച്ചു. എടാ, ഇന്നും മാധുരി ചേച്ചി ഒരു ഫ്രണ്ടിനെയും കൊണ്ട് ഫ്ലാറ്റിൽ വന്നിരിക്കുന്നത്, ചാന്ദിനി പറഞ്ഞു. പെട്ടെന്ന് ദീപക് നിശബ്ദനായി. ആളെത്ര സുന്ദരനാടാ. സൽമാൻ ഖാനെ കാണുന്ന പോലെ ഇരിക്കും. നീ അവിടുന്ന് എത്രയും വേഗം താമസം മാറ്റണം. പെട്ടെന്ന് അവൻ്റെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞു. നിന്നെ ആ സ്ത്രീ ചീത്തയാക്കും. അവൾ പൊട്ടിച്ചിരിച്ചു. ഇത്രയും അസൂയ പാടില്ല മോനെ. ഇഷ്ടപ്പെട്ട ഒരു പുരുഷനോടൊപ്പം അല്പനേരം ചെലവഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇത് എൻ്റെ പോളിസിയല്ല, മാധുരി ചേച്ചി പറയുന്നതാണ്. നിനക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? ദീപക് ചോദിച്ചു. ചിലപ്പോഴൊക്കെ. എങ്കിൽ ഞാനൊരു ദിവസം വരാം. അയ്യോ വേണ്ട. മാധുരി ചേച്ചിക്ക് നിന്നെ പരിചയപ്പെടുത്താൻ എനിക്ക് പേടിയാ. അവർക്ക് നിന്നോടൊരു കമ്പം തോന്നിയാ എനിക്കല്ലേ നഷ്ടം. നീ എന്തിനാ പേടിക്കണേ? സുന്ദരന്മാരെയല്ലേ അവർക്ക് വേണ്ടൂ. പോടാ. അവൻ പൊട്ടിച്ചിരിച്ചു. എന്തായാലും മാധുരി ചേച്ചിയുടെ സ്വഭാവങ്ങളൊന്നും നീ കോപ്പി ചെയ്യാൻ നോക്കരുത്. ഞാനിപ്പോൾ വർക്കിലാണ്. ബൈ. ദീപക് ഫോൺ വെച്ചു. ടവലെടുത്തുകൊണ്ട് ചാന്ദിനി ബാത്റൂമിലേക്ക് കയറി. ഏറെ നേരമെടുത്താണ് അവൾ കുളിച്ചത്. അപ്പോഴേക്ക് മാധുരി ചേച്ചിയുടെ ഫ്രണ്ട് പോകുമെന്ന് അവൾക്കറിയാമായിരുന്നു. വേഷം മാറി മുടിയുണക്കി വാതിൽ തുറന്ന് അവൾ സിറ്റിംഗ് റൂമിലേക്ക് ചെന്നു. അവിടെ ആരുമുണ്ടായിരുന്നില്ല. അരവിന്ദ് പോയെന്ന് അവൾക്ക് മനസ്സിലായി. അത്താഴത്തിന് എന്തെങ്കിലും ഉണ്ടാക്കണം. ചപ്പാത്തിയോ ഉപ്പുമാവോ നൂഡിൽസോ. മാധുരിയോട് ചോദിക്കാനായി അവൾ ചെന്നപ്പോൾ ബെഡ്റൂമിൻ്റെ വാതിൽ അടഞ്ഞു കിടക്കുന്നു. വാതിലിൽ മുട്ടാൻ കൈ ഉയർത്തിയപ്പോൾ ഉള്ളിൽ അമർത്തിയ ചിരി കേട്ട് അവൾ തരിച്ചു നിന്നു. അധ്യായം 3. ഉപ്പുമാവ് ഉണ്ടാക്കാനായി ഫ്രൈയിങ് പാനിൽ വട്ടത്തിലരിഞ്ഞ സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും നെയ്യിൽ വഴറ്റിയെടുത്ത് നിൽക്കുമ്പോഴാണ് മാധുരിയുടെ ബെഡ്റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം ചാന്ദിനി കേട്ടത്. സിറ്റിംഗ് റൂമിൽ പതിഞ്ഞ സ്വരത്തിലുള്ള സംസാരവും കേട്ടു. ഫ്രൈയിങ് പാനിലേക്ക് വെള്ളമൊഴിച്ച് തിളപ്പിച്ച് ചാന്ദിനി അതിലേക്ക് മെല്ലെ റവ തൂകി ചട്ടുകം കൊണ്ട് ഇളക്കി. ഉപ്പുമാവ് ഇന്ന് ഗംഭീരമാകും. നല്ല രുചിയുള്ള മണം. പിന്നിൽ നിന്ന് മാധുരിയുടെ കമൻ്റ് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ഫ്രണ്ട് പോയോ? ചാന്ദിനി ചോദിച്ചു. ഉവ്വ്. അരവിന്ദിന് ഇന്ന് തന്നെ തൃശ്ശൂരെത്തണം. എ നൈസ് ഗൈ. ഞങ്ങളുടെ പുതിയ പബ്ലിക് റിലേഷൻസ് ഡയറക്ടറാണ്. ചാന്ദിനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഉപ്പുമാവ് കാസറോളിലേക്ക് മാറ്റി. അരവിന്ദ് മാരീഡാണ്. വൈഫ് ലണ്ടനിൽ ഡോക്ടറാണ്. വിദേശത്ത് പോകാൻ അരവിന്ദിന് ഒട്ടും താല്പര്യമില്ല. എന്നെപ്പോലെ ഏകാന്തത അനുഭവിക്കുന്ന ഒരാളാണ്. പക്ഷേ ചേച്ചിക്ക് ഏകാന്തത ഫീൽ ചെയ്യുന്നുണ്ടോ? ഏകാന്തത ആഘോഷമാക്കുകയല്ലേ ചേച്ചി ചെയ്യുന്നത്? ചാന്ദിനി വിയോജിച്ചു. മാധുരി പൊട്ടിച്ചിരിച്ചു. ഏകാന്തത എങ്ങനെ ആഘോഷിക്കാമെന്ന് പഠിപ്പിക്കാൻ പോവുക അരവിന്ദിനെ ഞാൻ. അവളുടെ ചുരിദാർ ടോപ്പിൻ്റെ മുകളിലത്തെ ബട്ടൺസ് ഊരിക്കിടക്കുകയായിരുന്നു. നെറ്റിയിൽ തൊട്ട പൊട്ട് ഇളകിപ്പോയിരുന്നു. കണ്ണുകളിൽ എഴുതിയ മസ്കാര ഒരു വശത്തേക്ക് പടർന്നിരുന്നു. ചുണ്ടുകളിൽ നിന്ന് ലിപ്സ്റ്റിക് മാഞ്ഞു പോയിരുന്നു. ഞാനൊന്ന് കുളിച്ചിട്ട് വരാൻ ചാന്ത്. ഒരു മൂളിപ്പാട്ടോടെ മാധുരി അവളുടെ മുറിയിലേക്ക് പോയി. ചാന്ദിനി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അലലില്ലാത്ത ജീവിതമാണ് മാധുരി ചേച്ചിയുടേത്. പക്ഷേ ഇതാണോ യഥാർത്ഥ ജീവിതം? ബെഡ്റൂമിലേക്ക് ചെന്ന് മാധുരി വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചെടുത്ത് പ്ലാസ്റ്റിക് കൂടയിൽ നിക്ഷേപിച്ചു. പിന്നെ ബാത്ത് ടവൽ എടുത്തുകൊണ്ട് കുളിമുറിയിലേക്ക് പോയി. അപ്പോഴും അവൾ ഒരു ഹിന്ദി സിനിമാ ഗാനം മൂളുന്നുണ്ടായിരുന്നു. ശരീരം മുഴുവൻ സോപ്പ് പതച്ച് അവൾ സാവധാനം കുളിച്ചു. ഷാമ്പു പുരട്ടി മുടി കഴുകി വൃത്തിയാക്കി. മുടി തോർത്തിയിട്ട് ദേഹത്ത് മഞ്ഞുതുള്ളികൾ പോലെ പറ്റിപ്പിടിച്ചു നിന്ന ജലകണങ്ങൾ അവൾ മൃദുവായി തുടച്ചെടുത്തു. നഗ്നപാദങ്ങളോടെ അവൾ ബാത്റൂമിൽ നിന്ന് മുറിയിലേക്ക് വന്നപ്പോഴാണ് ബെഡിൽ കിടന്ന മൊബൈൽ ബെല്ലടിക്കാൻ തുടങ്ങിയത്. പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മൊബൈൽ എടുത്തുകൊണ്ട് അവൾ ജനാലയുടെ അടുത്തേക്ക് ചെന്ന് സംസാരിച്ചു. അരവിന്ദ് എവിടെയാണിപ്പോൾ? ഡ്രൈവ് ചെയ്യുകയാണ്. ആലുവ കഴിഞ്ഞു. ഞാൻ കുളി കഴിഞ്ഞ് റൂമിൽ വന്നതേയുള്ളൂ, അവൾ പറഞ്ഞു. കുളി കഴിഞ്ഞ് വരുന്ന പെണ്ണിന് ഒരു പ്രത്യേക മണമുണ്ട്. അവൾ അമർത്തിച്ചിരിച്ചു. കുളി കഴിഞ്ഞ് നീ എന്ത് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്? ഒന്നും ധരിച്ചിട്ടില്ല. റിയലി? യെസ്. അതിനുള്ള സമയം കിട്ടിയില്ല. അപ്പോഴാണ് നിന്റെ വിളി വന്നത്. അയാൾ ഒരു നിമിഷം നിശബ്ദനായി.
എന്താ ഒന്നും മിണ്ടാത്തത്? അവൾ പെട്ടെന്ന് ചോദിച്ചു. ഞാൻ സങ്കല്പത്തിൽ കാണുകയായിരുന്നു. എന്ത്? നിന്നെ ഇപ്പോൾ. അവൾ ചിരിച്ചു. എന്തിനാ സങ്കല്പിക്കുന്നത്? വി ക്യാൻ മേക്ക് ഇറ്റ് എ റിയാലിറ്റി. എപ്പോൾ? അടുത്ത സൺഡേ, ഇഫ് യു ആർ ഫ്രീ. സംശയമില്ല, ഞാൻ ഫ്രീ ആയിരിക്കും. മാധുരി വിൻഡോ കട്ടൻ അല്പം മാറ്റി പുറത്തേക്ക് നോക്കി. രാത്രിയിൽ അനേകം ദീപമാലകൾ അണിഞ്ഞ് സുന്ദരി ചമഞ്ഞു കിടക്കുന്ന കൊച്ചി നഗരം അവൾ കണ്ടു. എനിക്കിപ്പോൾ പഴയ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്, അരവിന്ദ് പറഞ്ഞു. ഏതു പാട്ട്? ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം നിന്നെക്കുറിച്ചുള്ളതായിരിക്കും. അയാൾ പാടി. സൂക്ഷിച്ചു വണ്ടിയോടിച്ചു പോവുക ജീവനാഥ, അവളും പാടി. അയാൾ ചിരിച്ചു. ഫോൺ വെച്ചിട്ട് മാധുരി വെള്ളക്കുർത്തയും പൈജാമയും എടുത്തു ധരിച്ചു. എന്നിട്ട് ഹെയർ ഡ്രയർ എടുത്ത് മുടി ഉണക്കിയിട്ട് ചാന്ദിനിയുടെ അടുത്തേക്ക് ചെന്നു. നമുക്ക് കഴിക്കാം മോളെ. രണ്ടുപേരും കൂടി ഡൈനിങ് ടേബിളിൻ്റെ അടുത്തിരുന്ന് ചൂടുള്ള ഉപ്പുമാവും ഓരോ ഗ്ലാസ് പാലും കുടിച്ചു. നാളെ നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയി ഡിന്നർ കഴിക്കണം, മാധുരി പറഞ്ഞു. ഞാൻ റെഡി, ചാന്ദിനി സന്തോഷത്തോടെ സമ്മതിച്ചു. ഇടയ്ക്കൊക്കെ വലിയ ഹോട്ടലുകളിൽ കൊണ്ടുപോയി മാധുരി അവൾക്ക് ലഞ്ചും ഡിന്നറുമൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. ഭക്ഷണം കഴിഞ്ഞ് രണ്ടുപേരും കുറേ നേരം ടി വിയിൽ ന്യൂസ് കണ്ടിരുന്നു. പിന്നെ മാധുരി ഗുഡ് നൈറ്റ് പറഞ്ഞ് അവളുടെ മുറിയിലേക്ക് ചെന്ന് വാതിലടച്ചു. CD പ്ലെയറിൽ ഒരു ഹിന്ദി മ്യൂസിക് ആൽബം ഇട്ട് പാട്ട് കേട്ടുകൊണ്ട് അവൾ കിടക്കയിൽ ചാരിയിരുന്നുകൊണ്ട് ഒരു ഇംഗ്ലീഷ് നോവൽ വായിക്കാൻ തുടങ്ങി. കിടക്കയിൽ വെച്ചിരുന്ന മൊബൈൽ അപ്പോൾ ബെല്ലടിക്കാൻ ആരംഭിച്ചു. അവൾ അതെടുത്തു നോക്കി. നമ്പർ കണ്ടപ്പോൾ അവൾ ആ കോൾ ക്യാൻസൽ ചെയ്തു. പക്ഷേ വീണ്ടും അതേ നമ്പറിൽ നിന്ന് ഉടൻ തന്നെ വിളി വന്നു. എന്തു വേണം നിങ്ങൾക്ക്? അവൾ കോപത്തോടെ ചോദിച്ചു. നിന്നെ. പരുക്കൻ സ്വരത്തിൽ മറുപടി വന്നു. ഷട്ടപ്പ് യു. അവൾ പെട്ടെന്ന് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. അധ്യായം 4. 5 കോഴ്സുള്ള ഡിന്നറിനാണ് മാധുരി ഓർഡർ നൽകിയത്. റെസ്റ്റോറൻറ്റിലെ അരണ്ട വെളിച്ചത്തിൽ മേശയുടെ ഇരുവശത്തുമായി മാധുരിയും ചാന്ദിനിയും ഇരുന്നു. ആദ്യം സൂപ്പാണ് വന്നത്. ഡിന്നറിന് മുൻപ് കുറച്ച് വൈൻ കഴിക്കുന്നത് നല്ലതായിരുന്നു. സൂപ്പിൽ കുരുമുളക് പൊടി വിതറിക്കൊണ്ട് മാധുരി പറഞ്ഞു. വൈനിനേക്കാൾ നല്ലത് ബ്രാൻഡി ആയിരിക്കും. എന്താ ട്രൈ ചെയ്യുന്നോ? ചാന്ദിനി കളിയായി ചോദിച്ചു. ഞാൻ റെഡി. എന്താ 2 പറയട്ടെ? അയ്യോ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാണേ. ചാന്ദിനി പെട്ടെന്ന് പിൻവാങ്ങി. മാധുരി ചേച്ചി ഒന്നിനും മടിക്കില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ഫ്ലാറ്റിൽ വെച്ച ഒരു ദിവസം 2 പേരും കൂടി ഒരു കുപ്പി ബിയർ കുടിച്ച് പരീക്ഷിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം, പക്ഷേ നീ പെട്ടെന്ന് അങ്ങോട്ട് നോക്കരുത്. സൂപ്പിൽ സ്പൂണിട്ട് ഇളക്കിക്കൊണ്ട് ശബ്ദം താഴ്ത്തി മാധുരി അവൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. എന്താണ്? അവൾക്ക് മനസ്സിലായില്ല. നമ്മുടെ വലതുവശത്ത് 2 മേശകൾക്കപ്പുറത്തിരിക്കുന്ന വെള്ള ഷർട്ടുകാരൻ പയ്യൻ കൂടെ കൂടെ നിന്നെ നോക്കുന്നുണ്ട്. മുന്നറിയിപ്പ് കിട്ടിയതുകൊണ്ട് ചാന്ദിനി അങ്ങോട്ട് നോക്കിയില്ല. എന്നെയല്ല നോക്കുന്നത്, ചേച്ചിയായിരിക്കും, അവൾ പറഞ്ഞു. ടൈറ്റ് ജീൻസും ടീഷർട്ടുമായിരുന്നു മാധുരിയുടെ വേഷം. ചുരിദാറായിരുന്നു ചാന്ദിനി ധരിച്ചിരുന്നത്. നീ വേണമെങ്കിൽ ചുമ്മാ ഒന്ന് നോക്കിക്കോ. അവനെ കണ്ടിട്ട് തെറ്റില്ല, ആൾ സ്മാർട്ടാണ്. പോ ചേച്ചി. മാധുരി അത് കേട്ട് ചിരിച്ചു. ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അയാളോടൊപ്പം കുറച്ചുനേരം ചെലവഴിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല മോളെ. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, അതുമാത്രമേ നമ്മുടെ കണക്ക് പുസ്തകത്തിൽ ബാക്കിയുണ്ടാവൂ. അത് വേണ്ടെന്ന് വെക്കരുത്. ഞാൻ ദീപകിനെക്കുറിച്ച് ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ? അവൾ ഓർമ്മിപ്പിച്ചു. ഇതാണ് പൊതുവെ സ്ത്രീകളുടെ കുഴപ്പം. അവർ മനസ്സിൽ ഒരാളെ തന്നെ പൂജിച്ച് പൂജിച്ച് ജീവിതം നശിപ്പിച്ചു കളയും. എനിക്ക് ഇഷ്ടം തോന്നുന്നതൊക്കെ ഞാൻ സ്വന്തമാക്കാറുണ്ട്, അത് ആരുടെ സ്വത്തായാലും. സംസാരിച്ചുകൊണ്ടാണ് അവർ ഭക്ഷണം കഴിച്ചത്. അപ്പോഴാണ് ചാന്ദിനിയുടെ മൊബൈലിൽ ഒരു കോൾ വന്നത്. അവൾ അതെടുത്തു നോക്കി. ദീപക്കാണ് വിളിച്ചത്. ഞാനിപ്പോൾ ഒരു ഹോട്ടലിലാണ്. മാധുരി ചേച്ചിയോടൊപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, അവൾ അറിയിച്ചു. നാളെ ഞാൻ എറണാകുളത്ത് വരുന്നുണ്ട്. നമ്മൾ തമ്മിൽ കാണുന്നതായിരിക്കും. സത്യം? അവൾ ആഹ്ലാദത്തോടെ ചോദിച്ചു. യെസ്, വൈകുന്നേരത്തെ ഫ്രീ ആകൂ. നിന്റെ ഫ്ലാറ്റിൽ വരാം. രാത്രിയിൽ തന്നെ എനിക്ക് തിരിച്ചു പോകണം, അവൻ പറഞ്ഞു. കണ്ടിട്ടേ പോകാവൂ. നിന്നെ മാത്രമല്ല, നിന്റെ മാധുരി ചേച്ചിയെ എനിക്ക് കാണണം. പരിചയപ്പെടുത്തി തരില്ലേ? പോടാ. അവൾ ചിരിച്ചു. അപ്പോൾ നാളെ കാണാം. ഫോൺ വെച്ചിട്ട് അവൾ മാധുരിയെ നോക്കി. നാളെ ദീപക് വരുന്നു. എന്തോ ഒഫീഷ്യലാണ്. വൈകുന്നേരം ഫ്ലാറ്റിലേക്ക് വരാമെന്ന് പറഞ്ഞു, അവൾ അറിയിച്ചു. ഗുഡ്. നാളെ നിന്റെ ദീപകിന് നമുക്കൊരു ട്രീറ്റ് കൊടുക്കണം. ഡിന്നർ തന്നെ ആവട്ടെ. എന്താ? ചാന്ദിനിക്ക് സന്തോഷമായി. പക്ഷേ ഉടൻ തന്നെ അവന് തിരിച്ചു പോകണമെന്ന്. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? മാധുരി ഖിന്നയായി. 9 കഴിഞ്ഞു അവർ ഹോട്ടലിൽ നിന്നിറങ്ങിയപ്പോൾ കാർ സ്റ്റീരിയോ ഓൺ ചെയ്ത് പാട്ട് കേട്ടുകൊണ്ടാണ് മാധുരി കാർ ഓടിച്ചത്. ചാന്ദിനിക്ക് അവളോട് ആരാധന തോന്നി.
ജീവിച്ചാൽ ഇങ്ങനെ ജീവിക്കണം. ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള വസ്ത്രം, ഇഷ്ടം പോലെ പണം, ഇഷ്ടം പോലെ സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള പുരുഷൻ. അന്ന് രാത്രിയിലും മാധുരിയെ ദേഷ്യം പിടിപ്പിക്കാൻ ഒരു ഫോൺ കോൾ എത്തി. പക്ഷേ അക്കാര്യം ചാന്ദിനി അറിഞ്ഞില്ല. അധ്യായം 5. കോളിംഗ് ബെൽ ശബ്ദിച്ചപ്പോൾ ചാന്ദിനി കുളിക്കുകയായിരുന്നു. മാധുരിയാണ് ചെന്ന് വാതിൽ തുറന്നത്. നീല നിറമുള്ള ക്യാൻവാസ് ബാഗ് ചുമലിൽ തൂക്കി ജീൻസും ഷർട്ടും ധരിച്ച സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദീപക്. പെട്ടെന്ന് അവൾ ചോദിച്ചു. അതെ, ഐ എം മാധുരി, പ്ലീസ് കമിൻ. അവൾ ക്ഷണിച്ചു. ഷൂസ് ഊരി വെച്ചിട്ട് അവൻ അകത്തേക്ക് കയറി. അവൾ ഇതുവരെ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോഴാ കുളിക്കാൻ കയറിയത്. ദീപക് ഇരിക്കൂ. ചാന്ദിനി 2-3 തവണ വിളിച്ചിരുന്നു. എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല, ഡിസ്കഷനിലായിരുന്നു. ബാഗ് നിലത്ത് വെച്ചിട്ട് അവൻ സോഫയിലിരുന്നു. എതിർവശത്ത് മാധുരിയും ഇരുന്നു. അവൻ കൗതുകത്തോടെ അവളെ നോക്കി. ചേച്ചിയെക്കുറിച്ച് ചാന്ദിനി ഫോൺ ചെയ്യുമ്പോഴൊക്കെ പറയാറുണ്ട്. ദീപകിനെക്കുറിച്ച് അവളും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു അല്ലേ? യെസ്, 2 പേർക്കും ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. എനിക്ക് ബാംഗ്ലൂരിലാണ് പ്ലേസ്മെൻറ്റ് കിട്ടിയത്. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ചാന്ദിനി വന്നത്. നീ വന്നിട്ട് ഒരുപാട് നേരമായോ? ക്ഷമാപണത്തോടെ അവൾ ചോദിച്ചു. 1/2 മണിക്കൂറായി. മാധുരി ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ബോറടിച്ച് ചത്തേനെ. ആനയുടെ കുളി പോലെയാണോ നിന്റെ കുളി? വെറുതെയാ മോളെ. ദീപക് വന്നതേയുള്ളൂ. നിങ്ങളിരുന്ന് സംസാരിക്കുക, ഞാൻ കാപ്പി ഉണ്ടാക്കാം. മാധുരി കിച്ചണിലേക്ക് പോയി. അവൾ കാപ്പി ഉണ്ടാക്കി 2 പേർക്കും കൊടുത്തു. എപ്പോഴാണ് ദീപക്കിന് പോകേണ്ടത്? അവൾ ചോദിച്ചു. 10-ന് ഒരു ബാംഗ്ലൂർ ബസ്സുണ്ട്, അവൻ പറഞ്ഞു. മാധുരി ക്ലോക്കിൽ നോക്കി. മണി 8:30. പുറത്തുപോയി ഫുഡ് കഴിക്കാൻ ഇനി സമയമില്ല. ഇവിടുന്ന് കഴിക്കാം. ബസ് സ്റ്റേഷനിൽ ഞങ്ങൾ കൊണ്ടുവിടാം. ഓക്കെ? അവൻ സമ്മതിച്ചു. മാധുരി വേഗം ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കി. അവർ 3 പേരും കൂടിയാണ് കഴിക്കാനിരുന്നത്. ഭക്ഷണം കഴിച്ചിട്ട് മാധുരിയും ചാന്ദിനിയും കൂടി അവനെയും കൊണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോയി. ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടില്ലേ? മാധുരി ചോദിച്ചു. ഉവ്വ്. 10 മണിക്ക് 5 മിനിറ്റ് മുമ്പാണ് അവർ ബസ് സ്റ്റേഷനിലെത്തിയത്. ചെന്നപ്പോൾ ബസ് പിടിച്ചിട്ടില്ല. ദീപക് അന്വേഷിച്ചപ്പോൾ അന്നത്തെ ബസ് ക്യാൻസൽ ചെയ്തുവെന്ന് അറിവ് കിട്ടി. ഇനി എന്ത് ചെയ്യും? ചാന്ദിനി വിഷ്ണിയായി. അത് സാരമില്ല, രാവിലെ ഒരു ബസ്സുണ്ട്, അതിൽ ഞാൻ പോയിക്കൊള്ളാം, ദീപക് പറഞ്ഞു. ഉറങ്ങണ്ടേ നിനക്ക്? അടുത്ത് ഹോട്ടലുണ്ടല്ലോ, റൂം എടുത്തോളാം. മാധുരി ഒരു നിമിഷം ചിന്തിച്ചു. അത് വേണ്ട ദീപക്, ചാന്ദിനിയുടെ റൂം തരാം, അവൾ എൻ്റെ കൂടെ കിടന്നോളും, അവൾ പറഞ്ഞു. വേണ്ട ചേച്ചി, നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. അവൻ ഒഴിഞ്ഞു മാറി. ഒരു ബുദ്ധിമുട്ടുമില്ല. ഒടുവിൽ അവൻ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി. അവർ വീണ്ടും ഫ്ലാറ്റിലെത്തി. സിറ്റിംഗ് റൂമിൽ ഒരു ദിവാനുണ്ടായിരുന്നു. ഞാനിവിടെ കിടന്നോളാം, അതാ സൗകര്യം, പെട്ടെന്ന് ദീപക് പറഞ്ഞു. മാധുരിയും ചാന്ദിനിയും എതിർത്തില്ല. മാധുരി അവളുടെ മുറിയിലും ചാന്ദിനി അവളുടെ മുറിയിലും കയറി വാതിലടച്ചു. ദീപക് ദിവാനിൽ നീണ്ടു നിവർന്നു കിടന്നു. ഉറങ്ങും മുൻപ് ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കാനായി മാധുരി മുറിയിൽ നിന്നിറങ്ങി ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു. സിറ്റിംഗ് റൂമിലെ ദിവാനിലേക്ക് അപ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നീണ്ടു ചെന്നു. ദിവാനിൽ ദീപക് ഉണ്ടായിരുന്നില്ല. മാധുരി ഒന്ന് ഊറിച്ചിരിച്ചു. അധ്യായം 6. ചാന്ദിനിയെ കെട്ടിപ്പിടിച്ച് ദീപക് കിടന്നു. ബാംഗ്ലൂർ വിട്ട് കൊച്ചിയിലേക്ക് വന്നാലോ എന്ന ഇപ്പോഴെൻ്റെ ആലോചന, അവൻ പറഞ്ഞു. അതെന്താ? ഇവിടെ നിങ്ങൾ 2 പേരുമുണ്ടല്ലോ, നല്ല രസമായിരിക്കും. നിങ്ങൾ 2 പേരുമോ? അതാരാ? മനസ്സിലായെങ്കിലും അവൾ ചോദിച്ചു. നീയും മാധുരി ചേച്ചിയും. മാധുരി ചേച്ചിയെ വിട്ടേക്ക്. അതെന്താ? ചോദ്യമൊന്നും വേണ്ട, അവരെ വിട്ടേക്ക്. അത് പറ്റില്ല. എന്തൊരു ബ്യൂട്ടിയാ മാധുരി ചേച്ചി. ഞാൻ ശരിക്കും അവരുടെ ഒരു ഫാനായി മാറി. പെട്ടെന്ന് അരിശത്തോടെ ചാന്ദിനി അവനെ തള്ളിമാറ്റി. എന്നാൽ അവരുടെ അടുത്തേക്ക് ചെല്ല്, പോ. ഇത്ര കുശുമ്പ് പാടില്ല മോളെ. കുശുമ്പോ? എനിക്കോ? അവൾ സമ്മതിച്ചു കൊടുത്തില്ല. മാധുരി ചേച്ചിയെ കണ്ടാൽ ഏതു പുരുഷനും ഒന്ന് കൊതിക്കും. ശരീര സൗന്ദര്യം മാത്രമല്ല, ചിരിയിൽ, സംസാരത്തിൽ, പെരുമാറ്റത്തിൽ എന്തോ ഒരു ചാം. എഴുന്നേൽക്ക്, നീ വെളിയിൽ ചെന്ന് കിടന്നാൽ മതി. അവൾ വീണ്ടും അവനെ തള്ളിമാറ്റി. ദീപക് എഴുന്നേറ്റിരുന്നു. ഓക്കെ, ഞാൻ പോയേക്കാം. പക്ഷേ രാവിലെ നീ ഉണർന്നു നോക്കുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തരുത്, അവൻ പറഞ്ഞു. നീ അത്ര വെളുപ്പിന് പോകുമോ? അല്ല, ഞാൻ ചിലപ്പോൾ മാധുരി ചേച്ചിയുടെ റൂമിലായിരിക്കും. അവൾ അവനെ ഒന്ന് പകച്ചു നോക്കി. എങ്കിൽ കൊന്നുകളയും നിന്നെ ഞാൻ, അവൻ പൊട്ടിച്ചിരിച്ചു. അവൾ പെട്ടെന്ന് അവൻ്റെ വായ പൊത്തിപ്പിടിച്ചു. പതുക്കെ മാധുരി ചേച്ചി കേൾക്കും. അവർ വീണ്ടും കെട്ടിപ്പിടിച്ചു കിടന്നു. ഞാൻ പറഞ്ഞത് സമ്മതിക്കാമോ? അവൻ അവളുടെ കാതിൽ ചോദിച്ചു. ഇല്ല. അതെന്താ? നിനക്കെന്നെ ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെയാണ്.
പിന്നെന്താ, പേടിയാണോ? അവൻ ചോദിച്ചു. പേടിക്കാതെ പറ്റില്ലല്ലോ. മണ്ടി, അതിനുള്ള പിൽസുണ്ട്, നിനക്കറിയില്ലേ? മാധുരി ചേച്ചിയുടെ കയ്യിൽ കാണും, ചെന്ന് മേടിച്ചോണ്ട് വാ. പോടാ. അവൾക്ക് ദേഷ്യം വന്നു. നിനക്ക് നാണമാണെങ്കിൽ ഞാൻ ചെന്ന് ചോദിക്കാം. ദീപക് എഴുന്നേൽക്കാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് അവനെ പിടിച്ചു കിടത്തി. മര്യാദയ്ക്ക് കിടന്നുറങ്ങ. എനിക്കിന്ന് ഉറക്കം വരത്തില്ല. അതെന്താ? തൊട്ടടുത്ത് ഒരു സുന്ദരി, അടുത്ത മുറിയിൽ വേറൊരു സുന്ദരി. സുബോധമുള്ള ഏതെങ്കിലും ഒരു പുരുഷന് ഉറക്കം വരുമോ? നീ വല്ല ഹോട്ടലിലും കിടന്നാൽ മതിയായിരുന്നു. നിന്നേക്കാൾ എന്നോട് സ്നേഹമുണ്ട് മാധുരി ചേച്ചിക്ക്. അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് ക്ഷണിച്ചത്. അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇതവരുടെ ഫ്ലാറ്റാണ്. ഞാൻ വെറും വാടകക്കാരി. നമ്മളിങ്ങനെ സംസാരിച്ച് നേരം വെളുപ്പിക്കുകയുള്ളൂ. എനിക്കൊന്ന് ഉറങ്ങണം, നാളെ വർക്കുള്ളതാ. അവൾ തിരിഞ്ഞു കിടന്ന് കണ്ണുകളടച്ചു. ദീപക്കിന് ഉറക്കം വന്നില്ല. രാവിലെ അവൻ യാത്ര പറഞ്ഞു. ഇനി കൊച്ചിയിൽ വരുമ്പോൾ ഹോട്ടൽ അന്വേഷിച്ച് പോകണ്ട, ദീപക്കിന് ഇവിടെ താമസിക്കാം. മാധുരി പറഞ്ഞു. താങ്ക് യു ചേച്ചി. ചാന്ദിനിയെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാട്ടിയിട്ടാണ് അവൻ പോയത്. ദീപക് കൊള്ളാം, നല്ല സുന്ദരനാണ്, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾ വെറും ഫ്രണ്ട്സാണോ അതോ? മാധുരി ചോദിച്ചു. എന്നുവെച്ചാൽ കല്യാണം പോലെ വല്ല മണ്ടത്തരവും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഏയ്, അതൊന്നും ശരിയാവത്തില്ല. അവനോടുള്ള ദേഷ്യം അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിരുന്നില്ല. രാത്രിയിൽ അവൻ എന്തൊക്കെയാണ് പറഞ്ഞത്? വിടണ്ട, അവൻ നല്ല പയ്യനാടി, മാധുരി പറഞ്ഞു. വിടാൻ പറ്റില്ലെന്ന് ചാന്ദിനി മനസ്സിലോർത്തതല്ലാതെ പറഞ്ഞില്ല. അധ്യായം 7. രാത്രിയിൽ മാധുരിയും ചാന്ദിനിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാധുരിയുടെ മൊബൈലിൽ ഒരു കോൾ വന്നത്. പരിചയമില്ലാത്ത ഒരു നമ്പറായിരുന്നു. അവൾ അതെടുത്തു. ഹലോ. ഹലോ മാധുരി, ഫോൺ കട്ട് ചെയ്യരുത്. ഞാൻ പ്രേംനാഥാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാധുരിയുടെ മുഖത്തെ പ്രസന്നത പെട്ടെന്ന് മാഞ്ഞത് ചാന്ദിനി ശ്രദ്ധിച്ചു. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. പലതവണ പച്ചയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നെ അതിന് കിട്ടത്തില്ല. മേലിൽ ശല്യപ്പെടുത്തരുത്. വക്കീലാണെന്നൊന്നും നോക്കത്തില്ല. ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും. മാധുരി പെട്ടെന്ന് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. ആരാ ചേച്ചി? അഡ്വക്കേറ്റ് പ്രേംനാഥ് ശങ്കർ. കുറേ നാളായി പിന്നാലെ കൂടിയിട്ട്. അവൻ എന്നെ വേണം പോലും. ഒരു തവണ മാത്രം മതി പോലും. വല്ലാതെ കൊതിച്ചുപോയെന്ന്. ചാന്ദിനി ഒന്നും പറയാനാവാതെ അവളെ നോക്കിയിരുന്നു. 2-3 തവണ ഞാനവനെ കണ്ടിട്ടുണ്ട്. വലിയ സുന്ദരനാണെന്ന ഭാവം. എനിക്ക് വെറുപ്പാ തോന്നിയത്. ഒരിക്കൽ ഗോവയിൽ വെച്ച് വിക്ടറിൻ്റെ കൂടെ എന്നെ അവൻ കണ്ടിരുന്നു. അതാ കുഴപ്പമായത്. പിന്നെ സ്ഥിരം വിളിയായി. ആ നമ്പർ കണ്ടാൽ ഞാൻ എടുക്കത്തില്ല. അതിന് വേറെ നമ്പറിൽ നിന്നാ ഇന്ന് വിളിച്ചത്. കംപ്ലൈൻറ്റ് ചെയ്യാൻ വയ്യാന്നുണ്ടോ ചേച്ചിക്ക്? ചാന്ദിനി ചോദിച്ചു. വക്കീലല്ലേ, പ്രതികാരം ചെയ്യാൻ വല്ല കള്ളക്കേസിലും കുടുക്കിയാലോ എന്ന് വിചാരിച്ചാ ഞാൻ. അവർ പിന്നെ അതേക്കുറിച്ച് ഒന്നും സംസാരിച്ചില്ല. എനിക്ക് ദീപകിൻ്റെ നമ്പർ ഒന്ന് വേണമല്ലോ മോളെ. പിറ്റേന്ന് മാധുരി അവളോട് ചോദിച്ചു. അവൾ ഒന്ന് സംശയിച്ചു. എന്തിനാ ചേച്ചി? ബാംഗ്ലൂരിൽ എനിക്കൊരു കൂട്ടുകാരിയുണ്ട്. 2 വർഷമായി അവളുടെ ഒരു വിവരവുമില്ല. ഒരു അന്വേഷണം നടത്താൻ പറ്റുമോയെന്നറിയാനാ. അവൾ മാധുരിക്ക് നമ്പർ കൊടുത്തു. അപ്പോൾ തന്നെ ദീപകിനെ മാധുരി വിളിച്ച് സംസാരിച്ചു. ഞാൻ ട്രൈ ചെയ്യാൻ ചേച്ചി, അവൻ ഉറപ്പ് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ദീപക് വിളിച്ചു. ഒരു രക്ഷയുമില്ല ചേച്ചി. കൂട്ടുകാരി വർക്ക് ചെയ്തിരുന്ന ഓഫീസ് ഞാൻ കണ്ടുപിടിച്ച് ചെന്നു. 1 വർഷം മുൻപ് അവർ റിസൈൻ ചെയ്ത് പോയിന്നാ പറഞ്ഞത്. എങ്കിൽ പിന്നെ വിട്ടേക്ക്. ആ ആഴ്ച അവസാനം 2 ദിവസം ലീവ് എടുത്ത് ചാന്ദിനി നാട്ടിലേക്ക് പോയി. പിറ്റേന്ന് സന്ധ്യയായപ്പോൾ ഫ്ലാറ്റിൽ ദീപക് വന്നു. ചാന്ദിനി വീട്ടിൽ പോയിരിക്കുകയാണല്ലോ, അവളെ വിളിച്ചില്ലേ? മാധുരി ചോദിച്ചു. അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അറിയിച്ചിരുന്നില്ല. അവന് നിരാശയായി. ദീപക് വന്ന ആവശ്യം നടന്നോ? ഉവ്വ്, രാവിലെ തിരിച്ചു പോണം എനിക്ക്. ഞാൻ അവളെ ഒന്ന് വിളിച്ചു നോക്കാം. ചാന്ദിനിയെ അവൻ വിളിച്ചു നോക്കി. അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. ലാൻഡ് ഫോൺ നമ്പർ എനിക്കറിയില്ലല്ലോ ദീപക്. സാരമില്ല, നാളെ ഞാൻ വിളിച്ചോളാം. അല്ലെങ്കിൽ അവൾ വരുമ്പോൾ ചേച്ചി പറഞ്ഞിരുന്നാൽ മതി. അവൻ ബാഗെടുത്ത് പോകാൻ തയ്യാറായി. എങ്ങോട്ട് പോവാനാണ്? ഏതെങ്കിലും ഹോട്ടലിൽ. ചാന്ദിനി ഇവിടെ ഇല്ലെന്ന് വിചാരിച്ച് ദീപക് ഹോട്ടലിലൊന്നും പോകണ്ട. അവളുടെ മുറിയിൽ കിടക്കാം. മാധുരി പറഞ്ഞു. വേണ്ട, ചേച്ചിക്ക് ബുദ്ധിമുട്ടാകും. പറഞ്ഞത് അനുസരിച്ചാൽ മാത്രം മതി. ദീപക് അവളുടെ മുറിയിൽ ചെന്ന് കുളിച്ച് വേഷം മാറി. മാധുരിയും അവനും ഒന്നിച്ചാണ് ഭക്ഷണം കഴിച്ചത്. ഗുഡ് നൈറ്റ് ദീപക്, രാവിലെ കാണാം. മാധുരി അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു. അവൻ കുറേ നേരം TV കണ്ടുകൊണ്ട് സിറ്റിംഗ് റൂമിലിരുന്നു. പിന്നെ ചാന്ദിനിയുടെ മുറിയിൽ ചെന്ന് കിടന്നു. തലയണയ്ക്ക് അവളുടെ മണമായിരുന്നു. വെറുതെ അവൻ മൊബൈലെടുത്ത് ചാന്ദിനിയെ വിളിച്ചു.
ഉടൻ അവളെ കിട്ടി. എന്താടാ ഈ നേരത്ത്? അവൾ ചോദിച്ചു. കാര്യമുണ്ട്. നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചത്? ബാറ്ററിക്ക് ചാർജ് പോയതായിരുന്നു. ഞാനിപ്പോൾ എവിടെയാണെന്നറിയാമോ? അവൻ ചോദിച്ചു. എവിടെയാണ്? ഫ്ലാറ്റ് നമ്പർ 4Bയിൽ. കളി പറയാതെ. അവൾ വിശ്വസിച്ചില്ല. സത്യം, സന്ധ്യയ്ക്ക് വന്നതാണ്. നീയില്ലെന്നറിഞ്ഞപ്പോൾ പോകാൻ തുടങ്ങിയതാ ഞാൻ. പക്ഷേ മാധുരി ചേച്ചി വിട്ടില്ല. പോകരുതെന്ന് ഒരേ നിർബന്ധം. ഞാൻ വഴങ്ങി. അവൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. എന്തിനാ നിർബന്ധിച്ചതെന്ന് പിന്നീടാ മനസ്സിലായേ. എന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ കൊതി തോന്നിയതാണത്രേ. ഇത്രയും നേരം ഞാൻ ചേച്ചിയുടെ മുറിയിലായിരുന്നു. എന്തൊരു ഫിഗർ, എന്തൊരു പെർഫോമൻസ്. പോ, എന്നോട് മിണ്ടണ്ട നീ. ഉടൻ ഫോൺ കട്ടായി. ദീപക് പൊട്ടിച്ചിരിച്ചു. പെട്ടെന്ന് അടുത്ത മുറിയിൽ മാധുരിയുടെ ഫോൺ ബെല്ലടിച്ചു. ചാന്ദിനിയാണ് വിളിച്ചത്. എന്താ മോളെ, ഉറങ്ങിയില്ലേ ഇതുവരെ? ഇല്ല. ദീപക് ഇവിടെയുണ്ട്. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. പോണമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ വിട്ടില്ല. പെട്ടെന്ന് ഫോൺ കട്ടായി. അവൾ ഉടൻ തന്നെ ചാന്ദിനിയെ തിരിച്ചു വിളിച്ചു. പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. എന്തോ കുഴപ്പമുണ്ടെന്ന് മാധുരിക്ക് തോന്നി. പിറ്റേന്ന് രാവിലെ തിരിച്ചു പോകാൻ ദീപക് തയ്യാറായി. ചാന്ദിനി വരുമ്പോൾ എന്തെങ്കിലും പറയണോ? മാധുരി ചോദിച്ചു. വേണ്ട ചേച്ചി, ഇന്നലെ രാത്രിയിൽ ഞാൻ അവളെ വിളിച്ചിരുന്നു. ഉവ്വോ, അവൾ എന്നെ വിളിച്ചിരുന്നു. ദീപക് ഇവിടുണ്ടെന്ന് ഞാൻ പറയുകയും ചെയ്തു. ചാന്ദിനി നല്ല കുട്ടിയാ. ദീപകിൻ്റെ മനസ്സിൽ വല്ല ഉദ്ദേശവുമുണ്ടോ? അവൾ ചോദിച്ചതിൻ്റെ അർത്ഥം അവനും മനസ്സിലായി. അവൾ ഒരു പാവമാ ചേച്ചി, തീരെ പാവം. അതാ എനിക്കൊരു പേടി. മാധുരി പിന്നെ നിർബന്ധിച്ചില്ല. ദീപക് പോയി. അധ്യായം 8. 2 ദിവസം കഴിഞ്ഞ് ചാന്ദിനി തിരിച്ചെത്തി. അവൾ ഒട്ടും പ്രസന്നവതിയായിരുന്നില്ല. പഴയ ചുറുചുറുക്ക് കണ്ടില്ല. എന്തു പറ്റി ചാന്ദിനി നിനക്ക്? അവളുടെ ഭാവമാറ്റം മാധുരി പെട്ടെന്ന് ശ്രദ്ധിച്ചു. ഒന്നുമില്ല. നിർവികാരതയായിരുന്നു അവൾക്ക്. വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലമുണ്ടോ? ഇല്ല. ദീപക്കുമായി എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കമുണ്ടായോ? ഇല്ല. സംസാരിക്കാനുള്ള അവളുടെ താല്പര്യക്കുറവ് കണ്ടപ്പോൾ മാധുരി ചോദ്യങ്ങൾ അവസാനിപ്പിച്ചു. മാധുരി അവളുടെ മുറിയിലേക്ക് പോയി. യക്ഷി. ചാന്ദിനി പല്ലിറുമ്മി. പിറ്റേന്ന് ഓഫീസിൽ വെച്ച് വൃന്ദയെ കണ്ടപ്പോൾ അവൾ പിടിച്ചു നിർത്തി. വൃന്ദയുടെ ഹോസ്റ്റലിൽ ബെഡ് ഒഴിവുണ്ടോ? ആർക്കു വേണ്ടിയാ? എനിക്കാണ്. വൃന്ദ ആശ്ചര്യത്തോടെ അവളെ നോക്കി. കാവ്യ അപ്പാർട്ട്മെൻറ്റ്സിൽ സുഖജീവിതമല്ലേ ചാന്ദിനിക്ക്? പിന്നെന്താ ഇപ്പം ഇങ്ങനൊരു നീക്കം? ഓ, മതിയായി. വേറെ 2-3 കൂട്ടുകാരികളോടും അവൾ ഹോസ്റ്റലിൻ്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു. അന്ന് രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് മാധുരിയുടെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നത്. അവൾ ഫോണെടുത്ത് നോക്കിയിട്ട് അപ്പോൾ തന്നെ കട്ട് ചെയ്തു. ഞരമ്പായിരുന്നു. ഞരമ്പോ? മനസ്സിലായില്ല ചാന്ദിനിക്ക്. ആ വക്കീൽ പ്രേംനാഥ്, അസൽ ഞരമ്പ് രോഗി. അവൻ്റെ നമ്പർ ഞരമ്പ് എന്ന പേരില്ല ഞാൻ സേവ് ചെയ്തേക്കുന്നേ. അറിയാതെ പോലും ഫോൺ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. മാധുരി പുഞ്ചിരിച്ചു. ആരാണ് ഞരമ്പ് രോഗി? ഇപ്പറയുന്ന വക്കീലോ അതോ ഈ യക്ഷിയോ? പിറ്റേന്ന് അവൾ ദീപകിനെ വിളിച്ചു. ഫോൺ ബെല്ലടിച്ച് നിന്നതല്ലാതെ കോൾ കിട്ടിയില്ല. എപ്പോഴെങ്കിലും അവൻ തിരിച്ചു വിളിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ വിളിച്ചില്ല. വൈകുന്നേരം അവൾ ഓഫീസിൽ നിന്നെത്തിയപ്പോൾ മാധുരി ഫ്ലാറ്റിലുണ്ടായിരുന്നു. അവൾ ഡ്രോയിങ് റൂമിലിരുന്നു കൊണ്ട് ആരോടോ സംസാരിക്കുകയായിരുന്നു. ചാന്ദിനി അവളുടെ മുറിയിലേക്ക് പോയി. വാതിലടയ്ക്കാതെ അവൾ മാധുരിയുടെ സംസാരം ശ്രദ്ധിച്ചു. ആരോടൊപ്പമോ ഏതോ ടൂർ പ്ലാൻ ചെയ്യുകയാണെന്ന് മുറിഞ്ഞു വീഴുന്ന സംസാരത്തിൽ നിന്ന് അവൾ പിടിച്ചെടുത്തു. കാഠ്മണ്ഡുവിലേക്ക് ഒരു ഉല്ലാസയാത്ര. ഒരു പക്ഷേ ദീപക്കുമൊത്ത് ആയിരിക്കുമോ? പെട്ടെന്ന് അവൾ അവൻ്റെ മൊബൈലിലേക്ക് വിളിച്ചു നോക്കി. നമ്പർ ബിസി. അവൻ ആരോടോ സംസാരിക്കുകയാണ്. അവൾ കോപത്തോടെ ഫോൺ വെച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ വിളി വന്നു. അവൾ കോൾ എടുത്തില്ല. ദീപക് വീണ്ടും വിളിച്ചു. എന്തു വേണം? ഫോണെടുത്ത് ഒട്ടും മയമില്ലാത്ത സ്വരത്തിൽ അവൾ ചോദിച്ചു. എന്തിനാ ഇങ്ങനെ ചാടിക്കടിക്കാൻ വരുന്നേ? നിനക്കിത്തിരി മാന്യമായി സംസാരിച്ചുകൂടെ? എനിക്കിത്രയും മാന്യതയേ ഉള്ളൂ. എന്തു പറ്റി ചാന്ദിനി നിനക്ക്? എന്താണ് നിന്റെ പ്രോബ്ലം? അവൻ്റെ സ്വരത്തിൽ അലിവുണ്ടായിരുന്നു. എന്നാണ് നീ കാഠ്മണ്ഡുവിൽ പോകുന്നത്? കാഠ്മണ്ഡുവിലോ? എന്താണ് നീ പറയുന്നത്? ആ യക്ഷിയുമൊത്ത് നീ ഉല്ലാസയാത്ര പോകുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഒന്നും മറച്ചു വയ്ക്കണ്ട. യക്ഷിയോ? അതാരാണ്? അവന് കൗതുകമായി. നീ എന്നോട് പൊട്ടൻ കളിക്കില്ലേ? ഫ്ലാറ്റ് നമ്പർ 4Bയിൽ വരുത്തി അവൾ നിന്റെ രക്തം കുടിച്ചില്ലേ? ദീപക് അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. കഴിയുന്നത്ര വേഗം ഞാൻ വരും, അവൻ പറഞ്ഞു. എന്തിന്? നിന്നെ ഏതെങ്കിലും ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ. അവൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. കുളി കഴിഞ്ഞ് വേഷം മാറി അവൾ ഡ്രോയിങ് റൂമിലേക്ക് വന്നപ്പോൾ മാധുരിയുടെ മൊബൈൽ സെറ്റിയിലിരുന്ന് ബെല്ലടിക്കുന്നുണ്ടായിരുന്നു.
ദീപക് ആയിരിക്കുമോ വിളിക്കുന്നത്? അവൾ അതെടുത്തു നോക്കി. ഞരമ്പ് കോളിംഗ്. ഹാൻഡ്സെറ്റ് അവൾ തിരികെ വെച്ചു. പെട്ടെന്നാണ് അവൾക്ക് ഒരു ആശയം തോന്നിയത്. അവൾ ആ നമ്പർ കുറിച്ചെടുത്തിട്ട് സെറ്റിൽ നിന്ന് ആ കോൾ ഡിലീറ്റ് ചെയ്തു കളഞ്ഞു. മാധുരിക്ക് ഒരു ശിക്ഷ കൊടുക്കാൻ ഈ നമ്പർ മതി. ഒരു കളി കളിക്കാം. ചിലപ്പോൾ. ചാന്ദിനി പെട്ടെന്ന് അവളുടെ മുറിയിലേക്ക് മടങ്ങി. അധ്യായം 9. അന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരും വഴി ചാന്ദിനി കലൂർ എത്തും മുൻപ് പാലാരിവട്ടത്ത് ബസ് ഇറങ്ങി. നേരെ ഒരു ടെലിഫോൺ ബൂത്തിലേക്കാണ് അവൾ ചെന്നത്. അവൾ ശ്രദ്ധാപൂർവം അഡ്വക്കേറ്റ് പ്രേംനാഥിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. കുറേ നേരം ബെല്ലടിച്ച ശേഷമാണ് അയാൾ കോൾ എടുത്തത്. ഹലോ. അയാളുടെ മുഴക്കമുള്ള സ്വരം വന്നു. അഡ്വക്കേറ്റ് പ്രേംനാഥ്? കഴിയുന്നത്ര മാധുര്യത്തോടെ അവൾ ചോദിച്ചു. യെസ്. പെട്ടെന്ന് അയാളുടെ സ്വരത്തിൽ മാർദ്ദവം വന്നു. ഞാൻ രജനി, മാധുരിയുടെ കൂട്ടുകാരിയാണ്. പെട്ടെന്ന് മറുതലയ്ക്കൽ ഒരു നിമിഷത്തെ നിശബ്ദത. ഏത് മാധുരി? മനസ്സിലാകാത്ത മട്ടിൽ അയാൾ ചോദിച്ചു. എന്തിനാ സാർ അറിയാത്ത ഭാവം കാണിക്കുന്നേ? ഇന്നലെയും സാർ അവളെ വിളിച്ചില്ലേ? സാറിനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാ. അവൾ വെറുതെ കോപം കാണിക്കുന്നതാ. അതൊക്കെ അവളുടെ വെറും നമ്പർ. പക്ഷേ എനിക്കങ്ങനെയല്ലല്ലോ രജനി തോന്നിയിട്ടുള്ളത്. എങ്കിലും ഞാൻ എൻ്റെ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല. റോബർട്ട് ബ്രൂസാണ് എൻ്റെ ഗുരു. ശ്രമിച്ചുകൊണ്ടേയിരിക്കും. സാറിനെ അവൾ ടെസ്റ്റ് ചെയ്തതാ. ശരിക്കും അവളെ വേണമെന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് അവൾ വഴങ്ങൂ. അക്കാര്യത്തിൽ സാർ വിജയിച്ചിരിക്കുന്നു, ചാന്ദിനി പറഞ്ഞു. എന്നുവെച്ചാൽ അടുത്ത ശനിയാഴ്ച ഹോട്ടൽ മെറീന ഇൻ്റർനാഷണലിൽ സാർ ഒരു റൂം ബുക്ക് ചെയ്യണം. നാളെ ഞാൻ വിളിക്കാം. അപ്പോൾ നമ്പർ എന്നോട് പറയണം. എന്തിന്? അയാൾ ചോദിച്ചു. വൈകുന്നേരം 7 മണി കഴിഞ്ഞ് മാധുരി അവിടെ വരും. 9 മണിക്ക് വിട്ടേക്കണം. മാധുരി വരുമോ? അയാൾ സംശയിച്ചു. വരും. ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ് അവൾ. സാർ അവളെ കീഴ്പ്പെടുത്തണം. അതാണ് അവൾക്കിഷ്ടം. അതാണ് അവൾക്ക് സുഖം. പ്രേംനാഥ് ചിരിച്ചു. ഇന്ന് വ്യാഴം. നാളെ ഇതേ സമയത്ത് ഞാൻ വിളിക്കാം. അപ്പോൾ റൂം നമ്പർ പറയണം. ഇനി തൽക്കാലം അവളെ വിളിക്കണ്ട. ശനിയാഴ്ച കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഈ പരീക്ഷയിൽ സാർ ജയിച്ചാൽ പിന്നെ എന്നും അവൾ അടിമയാ. പക്ഷേ രജനി, പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം വളരെ ദുരൂഹമാണ് സാർ. ഒരിക്കലും ആണുങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. ബൈ. അയാൾക്ക് കൂടുതലൊന്നും പറയാനോ ചോദിക്കാനോ അവസരം കൊടുക്കാതെ ചാന്ദിനി റിസീവർ വെച്ചു. ബൂത്തിൽ നിന്നിറങ്ങി ഓട്ടോയിലാണ് അവൾ കാവ്യ അപ്പാർട്ട്മെൻറ്റ്സിലേക്ക് പോയത്. സാറ്റർഡേ ഞാനിത്തിരി ലേറ്റായിട്ടേ വരൂ ചേച്ചി. അന്നും മാധുരിയോട് അവൾ പറഞ്ഞു. എന്താ കാര്യം? ഹോട്ടൽ മെറീനയിൽ വെച്ച് ഒരു ഡിന്നറുണ്ട്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രവീണിന് US-ൽ നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടി. അവൻ അടുത്തയാഴ്ച പോവുകയാണ്. അത് പ്രമാണിച്ച് അവൻ ഞങ്ങൾക്കൊരു പാർട്ടി തരുന്നു. ചാന്ദിനി പറഞ്ഞത് ശരിയായിരുന്നു. 7 പേർ മാത്രം പങ്കെടുക്കുന്ന ആ ഡിന്നറിൽ ചാന്ദിനിയും ഒരാഴ്ച മുൻപേ ക്ഷണിക്കപ്പെട്ടിരുന്നു. എപ്പോഴാ പാർട്ടി? 7-ന് തുടങ്ങും, 9-ന് തീരും. ഞാൻ വരണോ നിന്നെ പിക്കപ്പ് ചെയ്യാൻ? വേണമെന്നില്ല. അവരാരെങ്കിലും എന്നെ കൊണ്ടുവന്ന് വിടും. ഡ്രിങ്ക്സ് കാണുമോ? ആണുങ്ങൾക്ക് അതല്ലേ പ്രധാനം. ഞങ്ങൾ 3 പേർ ഗേൾസാണ്. പിറ്റേന്ന് വൈകുന്നേരം പാലാരിവട്ടത്തെ അതേ ബൂത്തിൽ നിന്ന് പ്രേംനാഥിനെ ചാന്ദിനി വിളിച്ചു. റൂമല്ല, സ്യൂട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്പർ 103. അയാൾ പറഞ്ഞു. പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം. 8 മണി കഴിഞ്ഞേ അവൾ വരൂ. നാളെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ അവൾ വൈകും. 9 മണിക്ക് തിരിച്ചു പോകത്തില്ല. നാളത്തെ രാത്രി മുഴുവൻ അവിടെയായിരിക്കും. പിന്നെ ഒരു കാര്യം, അവൾക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കരുത്. അതവൾക്ക് ഇൻസൾട്ടാണ്. അയാൾ ചിരിച്ചു. ഓക്കെ രജനി, താങ്ക് യു ഇൻ അഡ്വാൻസ്. ചാന്ദിനി പുഞ്ചിരിയോടെ ബൂത്തിൽ നിന്നിറങ്ങി. അധ്യായം 10. അന്നു വൈകുന്നേരം അവൾ പതിവിലും നേരത്തെ ഫ്ലാറ്റിലെത്തി. കുളി കഴിഞ്ഞ് വേഷം മാറിയപ്പോൾ മണി 6 കഴിഞ്ഞു. ഓഫീസിലെ രാഹുൽ വന്ന് ഹോട്ടലിലേക്ക് കൊണ്ടുപോകാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. അവൾ മൊബൈലെടുത്ത് മാധുരിയെ വിളിച്ചു. ചേച്ചി, ഞാനിപ്പോൾ ഫ്ലാറ്റിലാണ്. രാഹുൽ വരും എന്നെ കൊണ്ടുപോകാൻ, അവൾ പറഞ്ഞു. 9-ന് തിരിച്ചു വരാൻ പറ്റുമോ നിനക്ക്? മാധുരി ചോദിച്ചു. അറിയില്ല. ലേറ്റായാലും സാരമില്ല. എൻജോയ് ദ പാർട്ടി. താങ്ക് യു ചേച്ചി. ഓഫീസിൽ നിന്ന് ഇറങ്ങാറായോ? അരമണിക്കൂറിനകം ഇറങ്ങും. ഓക്കെ ചേച്ചി. 7 മണിക്ക് മുൻപ് മാധുരി ഫ്ലാറ്റിലെത്തുമെന്ന് അവൾ ഉറപ്പിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ രാഹുലിൻ്റെ വിളി വന്നു. ചാന്ദിനി താഴേക്കിറങ്ങിച്ചെന്നു. കാറുമായി അവൻ കാത്തുകിടപ്പുണ്ടായിരുന്നു. അവർ ഹോട്ടലിലേക്ക് പോയി. മറൈൻ ഡ്രൈവിൽ കടലിന് അഭിമുഖമായിട്ടായിരുന്നു ഹോട്ടൽ മെറീന. കൃത്യം 7 മണിക്ക് തന്നെ പാർട്ടി തുടങ്ങി. ചെറിയ ഹാളിൽ 10 ചെറുപ്പക്കാർ ഒത്തുകൂടി. തീറ്റയും കുടിയും ആരംഭിച്ചു. സംസാരം, പൊട്ടിച്ചിരി. ചാന്ദിനിയുടെ മനസ്സ് അവിടെയൊന്നുമായിരുന്നില്ല.
8:30 മണിയായപ്പോൾ ബാത്റൂമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്കിറങ്ങി. ഉടൻ തന്നെ അവൾ മാധുരിയുടെ മൊബൈലിലേക്ക് വിളിച്ചു. ചേച്ചി, ഞാനിപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുക. വേഗം വന്ന് എന്നെ രക്ഷിക്കുക. ഭയന്നു വിറയ്ക്കുന്ന സ്വരത്തിലാണ് അവൾ പറഞ്ഞത്. എന്തുപറ്റി മോളെ? എവിടെയാ നീയിപ്പോൾ? ഉത്കണ്ഠയോടെ മാധുരി ചോദിച്ചു. ഹോട്ടൽ മെറീനയിലാ. സ്യൂട്ട് നമ്പർ 103. ആരോടും പറയില്ലേ. നേരെ ഇങ്ങ് വന്നാൽ മതി. റിസപ്ഷനിൽ പോലും ഒന്നും അറിയണ്ട. സ്യൂട്ട് നമ്പർ 103 അല്ലേ? അതെ. ചേച്ചി വന്ന് എന്നെ കൊണ്ടുപോയാൽ മാത്രം മതി. എല്ലാം ഞാൻ പിന്നെ പറയാം. പെട്ടെന്ന് ചാന്ദിനി കോൾ കട്ട് ചെയ്തു. അവൾ വേഗം ഡിന്നർ പാർട്ടിയിലേക്ക് മടങ്ങി. 20 മിനിറ്റിലേറെ എടുത്തു മാധുരി മെറീന ഹോട്ടലിലെത്താൻ. അവൾ നേരെ സ്യൂട്ട് നമ്പർ 103ലേക്കാണ് ചെന്നത്. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ വാതിൽ പെട്ടെന്ന് തുറക്കപ്പെട്ടു. അവൾ അകത്തേക്ക് കയറിക്കഴിഞ്ഞ നിമിഷം തന്നെ വാതിലടഞ്ഞു. പിന്നെ ഒരു ശബ്ദവും പുറത്തേക്ക് കേട്ടില്ല. പാർട്ടി നിർബാധം തുടർന്നു. കഥ ഇവിടെ പൂർണ്ണമാവുന്നു.